عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അവിടെ എത്തിക്കിട്ടുക, അതിൽ പ്രവേശിക്കുക, അതാണ് ജീവിതത്തിന്റെ വിജയം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അവൻ ജയിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അവിടെ തന്നെ അടിമകളെ അള്ളാഹു വിളിക്കുന്നതും ആ സ്വർഗത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അള്ളാഹു സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നിങ്ങളെ വിളിക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള വഴി എന്തായാലും അല്ല. സ്വർഗത്തിന്റെ രാജപാത അതിച്ചിരി പ്രയാസമുള്ളതാണ്, കടുപ്പമുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ബോധപൂർവം വളരെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയ മാത്രമേ സ്വർഗപ്രവേശനം ലഭ്യമാവുള്ളൂ. അതിൽ സംശയമില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. أم حسبتم, അടിമകളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, أن تدخلوا الجنة, നിങ്ങൾക്കങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്? എന്ത് ചെയ്തിട്ടല്ലാതെ? ولما يعلم الله الذين جاهدوا منكم, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരായിട്ടല്ലാതെ. വയഅലമ സ്സാബിരീൻ, നല്ല ക്ഷമയുള്ളവരാര്, ജിഹാദ് ചെയ്യുന്നവരാര് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേറൊരു ഭാഗത്ത് അള്ളാഹു ചോദിച്ചില്ലേ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വന്നുപോയ ആളുകൾക്ക് വന്നുപോയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതൊന്നും വരാണ്ട് വളരെ എളുപ്പത്തിൽ ഈസിയായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അത് സാധിക്കൂല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, സ്വർഗം പ്രിയപ്പെട്ടവരെ വിലപിടിപ്പുള്ള സങ്കേതമാണ്, അനുഗ്രഹീതമായ സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഖൂലുല്ലാഹു തആല, ഖുദ്സിയായ ഹദീസാണ്, അല്ലാഹു പറയുന്നു, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ, എന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി നാം തയ്യാർ ചെയ്തിരിക്കുന്നു, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദ്നുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വമാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അവന്റെ ചിന്തക്ക് സങ്കല്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സ്വർഗം ഞാൻ എൻ്റെ അടിമകൾക്ക്, സാലിഹീങ്ങളായ അടിമകൾക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും, വേണമെങ്കിൽ നിങ്ങൾ ഈ ആയത്തും കൂടി ഒന്ന് ഓതിക്കോളൂ. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, സൂറത്തുസ് സജദ. ഒരാൾക്കും അറിയൂല അവര് പ്രവർത്തിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, അവര് ചെയ്ത നന്മകൾക്ക് പകരമായി അവർക്ക് കൺകുളിർമയേകുന്ന എന്താണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊരാൾക്കും അറിയില്ല. അപ്പൊ അത്ര വിലപിടിപ്പുള്ളതായി, അത്ര മനോഹരമായതായി, ഭംഗിയുള്ളതായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അറിയിക്കുന്ന ഒരു സുന്ദര സങ്കേതമാണ് സ്വർഗം. എളുപ്പത്തിൽ പോവാൻ കഴിയില്ല, കഷ്ടപ്പെട്ടേ പറ്റൂ, അധ്വാനിച്ചേ പറ്റൂ. അള്ളാഹു നസീബാക്കി തരട്ടെ. ആ സ്വർഗത്തിന്റെ സിഫത്തുകൾ പറഞ്ഞപ്പോ, വിശേഷണങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തിന്റെ വാതിലുകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു. സ്വർഗത്തിന്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ ആ വാതിലുകളിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന
ചില അമലുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. എന്തിന്? സ്വർഗത്തിന് ഇത്ര വാതിലുണ്ട്, ഇന്ന വാതിലിന്റെ പേര് ഇന്ന പേരാണ് എന്നറിഞ്ഞതിനെ കൊണ്ട് വിശ്വാസികൾക്ക് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന വാതിലിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ്, എന്ത് ചെയ്താലാണ് എന്നറിയിക്കലാണ് ലക്ഷ്യം. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അത് നമ്മളെ പ്രേരിപ്പിക്കാൻ, നമ്മളത് ചെയ്ത് ആ വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജന്ന ലഹാ സമാനിയത്തു അബ്വാബ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. വന്നാറു ലഹാ സബ്അത്തു അബ്വാബ്, നരകം അതിന് 7 വാതിലുകളുണ്ട്. പരിശുദ്ധ റമദാനിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടി പറയട്ടെ. ഈ 8 വാതിലുകൾ ഇന്ന് മഫ്തൂഹ, 8 വാതിലുകളും തുറന്നു വെച്ച് ഉടമസ്ഥനായ റബ്ബ് ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അധ്വാനിക്കുന്ന ആളുകളെ കാത്തിരിക്കുകയാണ്. നേരെ മറിച്ച് നരകത്തിന്റെ 7 വാതിലുകൾ മുഗ്ലഖാൻ, അടക്കപ്പെട്ടിരിക്കുകയാണ്. സുവർണാവസരമാണ് ഈ പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു കേട്ട് പോകുന്നതിന്റെ അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, ഈ അമലുകൾ ചെയ്ത് ഈ വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൊന്നാമത്തേത് നോമ്പുകാരന്റെ വാതിലാണ്. സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഒന്നാമത്തെ വാതില് നോമ്പുകാരന്റെ വാതിലാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയത്തു അബ്വാബിൻ, സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. ബാബും മിൻഹാ യുസമ്മ അർ-റയ്യാൻ, ആ 8 വാതിലുകളിൽ ഒരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്സായിമൂൻ, നോമ്പുകാരല്ലാതെ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാരെന്ന് പറഞ്ഞാൽ ബാബുർ റയ്യാൻ എന്ന വാതിലിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നോമ്പുകാരെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നവനല്ല. രാവിലെ ഫജ്ർ തൊട്ട് മഗ്രിബ് വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി, ഭാര്യ ഭർത്ത് സമ്പർക്കം ഒഴിവാക്കി ആ ഒരു കാര്യം സൂക്ഷിക്കുന്നവൻ മാത്രമല്ല. എന്തുകൊണ്ടറിയോ? ബാബുർ റയ്യാൻ എന്ന സ്വർഗത്തിന്റെ നോമ്പുകാർക്കുള്ള ആ വാതിലിന്റെ മുന്നിൽ ഒരു ക്യൂ ഉണ്ടാവും, ഒരു സഫ് ഉണ്ടാവും. മലക്കുകൾ ആ വാതിലിലൂടെ ആനയിച്ച് അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന ക്യൂവിൽ പ്രവാചകന്മാരുണ്ട്, സഹാബാക്കളുണ്ട്, താബിഈങ്ങളുണ്ട്, മുൻഗാമികളുണ്ട്, സാലിഹീങ്ങള്, ഔലിയാക്കള്, ഈ പറയപ്പെട്ട ഉലമാക്കള്. അതിൻ്റെയൊക്കെ ബാക്കിൽ പോയിട്ട് നമ്മൾ നിൽക്കണം, നമ്മളാകുന്ന നോമ്പുകാര്. പക്ഷെ ആ സഫിന്റെ പിറകിൽ, അവർക്ക് പിറകിൽ നിൽക്കാൻ മാത്രം നമ്മളെ നോമ്പ് നമ്മളെ റെഡിയാക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ അറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, രാവിലെ തൊട്ട് മഗ്രിബ് വരെ അല്ലെങ്കിൽ ഒരു നോമ്പുകാലത്ത് ഒരാൾ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹുവിന് ഒരാവശ്യമില്ല ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവനവന്റെ ഭക്ഷണപാനീയം ഒഴിവാക്കുന്നതിൽ. അപ്പൊ ഭക്ഷണപാനീയം ഒഴിവാക്കുന്നുണ്ടെന്ന് കിട്ടി, തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ആ പറഞ്ഞ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ കണ്ണിന് നോമ്പില്ല, കാതിന് നോമ്പില്ല, നാവിന് നോമ്പില്ല. അള്ളാഹു മാപ്പാക്കി തരട്ടെ. അവർക്ക് ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിൽ പോവാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. പരിശുദ്ധ റമദാനിന്റെ 11ാമത്തെ നോമ്പാണ് ഇന്ന് നാട്ടിലുള്ളവർക്ക്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ നോമ്പ് എടുത്തിട്ടുണ്ടോ, ഈ ബാബുർ റയ്യാനിലൂടെ എനിക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടി പറ്റുമോ എന്ന് നമ്മളെ പരിശോധിക്കേണ്ട സമയമാണ്. കാരണം ഈ റമദാനിന്റെ ഇനി എത്ര ബാക്കിയുള്ള ദിവസം നമുക്ക് കിട്ടുമോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വാതിൽ ബാബുർ റയ്യാൻ, നോമ്പുകാർക്ക് പോകാനുള്ള വാതിലാണ്. ആ സഫിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. വേറൊരു വാതിലിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുദീർഘമായ ഹദീസില് എല്ലാം കൂടി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ആരെങ്കിലും ഇണകളെ സദഖ ചെയ്താൽ. എന്താ ഇണകളെ ചെയ്യാന്ന് പറഞ്ഞാല്, ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ശറഹ് ചെയ്തു, ഒരു ആടിനെ ഒരാള് സദഖ കൊടുക്കുകയാണ്, ഹദിയ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാണാടിനെയും ഒരു പെണ്ണാടിനെയും,
ഒരു കുപ്പായം ഒരാൾ കൊടുക്കുകയാണ്, ഒരു കുപ്പായവും ഒരു മുണ്ടും അല്ലെങ്കിൽ പാൻസും. അങ്ങനെ ഒരാൾക്ക് മൊത്തത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആരെങ്കിലും സദഖ ചെയ്താൽ ദുഇയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ അയാൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. എന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, നീ ചെയ്തത് വളരെ വലിയ നന്മയാണ്, അതുകൊണ്ട് തന്നെ ഈ വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാതില് അങ്ങനെ സദഖ ചെയ്യുന്നവർക്കുള്ളതാണ്. ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ അത് അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരപ്രദമായിട്ട് മാറും എന്ന് നമുക്ക് സ്വന്തം ഒന്ന് തോന്നണം. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങ് ഒഴിവാക്കുന്ന രീതി അത് ശരിയല്ല. അതിലൊരു ഹൈറില്ല, അല്ലെങ്കിൽ അതിൽ ആ കൊടുക്കുന്നതിൽ ഒരു ഭംഗിയില്ല. നമ്മൾ കൊടുക്കുന്നത് ഒരു ചടങ്ങ് തീർക്കാനല്ല, അത് ഫക്കീറിനോ അല്ലെങ്കിൽ മിസ്കീനോ ആർക്കാണെങ്കിലും അയാൾക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ, അയാളെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അക്കൊടുത്തവന് സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഫമൻ കാന മിൻ അഹ്ലി സ്വലാഹ്, മൂന്നാമത്തെ വാതിൽ ബാബു സ്വലാഹ്, നിസ്കാരക്കാർക്കുള്ള വാതിലാണ്. അതും ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവരെ, 5 നേരം ഫർളാക്കപ്പെട്ട നിസ്കാരം നിർവഹിക്കുന്നവർക്കുള്ള വാതിലാണ് ബാബു സ്വലാഹ്. എങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നവർക്ക്? ഒറ്റ വാക്ക് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, എങ്ങനെ? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിസ്കരിക്കുന്നവർക്ക്, മുഹാഫളത്ത് ചെയ്യുന്നവർക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ. കാരണം ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം നിസ്കരിച്ചേ പറ്റൂ, അതിൽ സംശയമില്ല. കാരണം ഒരു നിസ്കാരം ആരെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഖദ് കഫർ, ഓൻ കാഫിറാണ്, ഓൻ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പുറത്താണ്. അതേസമയം ഈ പറയപ്പെട്ട ആർക്കാൻ? നിസ്കാരം നിർവഹിക്കുന്ന മുസ്ലിം, പക്ഷേ നിസ്കാരത്തെ മുഹാഫളത്ത് ചെയ്യുന്നവൻ. പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താണ് മുഹാഫളത്ത് എന്ന് പറഞ്ഞാൽ? ഒന്ന്, നിസ്കാരത്തിന്റെ ഫർദുകളും വാജിബാത്തുകളും സുന്നത്തുകളും അദബുകളും അറിഞ്ഞുകൊണ്ടുള്ള നിസ്കാരം, അത് നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെ നിസ്കരിക്കൽ ദുനിയാവിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാ. അപ്പൊ പഠിച്ചേ പറ്റുള്ളൂ നിസ്കാരത്തിന്റെ മസലകൾ. ഒന്ന്. രണ്ടാമത്തത്, ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ വാതിലാണ് ബാബു സ്വലാഹ്. എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ? കൈകെട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഏതോ ഒരു മായാലോകത്തേക്ക് സഞ്ചരിക്കൽ സൂഫിയുടെ നിസ്കാരമാണ്. മറിച്ച് ഖുശൂ എന്ന് പറഞ്ഞാൽ ഹദാറത്തുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിക്കലാണ്. കൈകെട്ടി ഖിയാമിൽ നിന്നിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ദുആഉൽ ഇസ്തിഫ്താഹ് പറയുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്ന് എന്റെ ഖൽബ് അറിയലാണ്. അതാണ് ഖുശൂ. ഞാൻ സുജൂദിൽ 7 അവയവങ്ങൾ തറയിൽ കുത്തിവെച്ച് എന്റെ റബ്ബിന്റെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി വിനീതനായി തലയും കുത്തിയിട്ട് കടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പം എന്റെ ഖൽബ് ആ പറയുന്ന അറിയണം. അതാണ് ഖുശൂ ഉള്ള നിസ്കാരം. അല്ലാഹു നസീബാക്കി തരട്ടെ. ഖുർആനിലുണ്ടല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങൾ ജയിച്ചിരിക്കുന്നു തീർച്ച. പക്ഷെ അവർ ആരെന്നറിയോ? നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഹൃദയ സാന്നിധ്യമുള്ളവരാണ്. നേരെ മറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഖുശൂ ഇല്ലാണ്ട് നിസ്കരിക്കുന്ന ആൾക്കാർ, ഖുശൂ ഇല്ലാണ്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നാശം. വൈലെന്ന വാക്കിനർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, വാദി ഫീ ജഹന്നം, നരകത്തിലെ ഒരു മലഞ്ചെരിവിന്റെ പേരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 3. നിസ്കാരത്തെ മുഹാഫളത്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഖുശൂഇനോടൊപ്പം തന്നെ സമയത്തെ പരിഗണിച്ച് നിസ്കരിക്കുക. കാരണം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, 5 നേരത്തെ നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമായ ഫർളാണ്. നമ്മുടെ തോന്നിയ സമയത്ത് നിസ്കരിച്ചാൽ നിസ്കാരാവൂല. ശർഈയായ കാരണം കൊണ്ടല്ലാതെ ഒരാൾ ഒരു നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചതിനെ പറ്റി അല്ലാഹു പറയുന്നത്, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ഞാൻ കൽപ്പിച്ച സമയത്ത് എന്റെ അടിമ നിസ്കരിക്കുന്നില്ല, അവന്റെ ശഹവത്തനുസരിച്ചാണ് നിസ്കരിച്ചതെങ്കിൽ നരകത്തിലിട്ട് കളയും ഞാൻ. കാരണം നിസ്കരിക്കേണ്ടത് ഞാൻ പറഞ്ഞ സമയത്താണ്.
എന്റെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് വേണം നിങ്ങൾ നിസ്കരിക്കാൻ. മുഹാഫദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു വാതില് നോമ്പുകാരൻ്റെതായി, സദഖക്കാരൻ്റെതായി, മൂന്നാമത്തേത് ഈ നിസ്കാരക്കാരന് ഒരു വാതിലുണ്ട്. ആ വാതിലിലൂടെ ആ നിസ്കാരക്കാരെ വിളിക്കപ്പെടും. നാലാമത്തെ വാതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ പങ്കെടുത്ത മുജാഹിദുകളായ ഷഹീദുകളായ ആൾക്കാരെ വിളിക്കപ്പെടുന്ന വാതിലാണ്. ഇതാണ് ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള 4 വാതിൽ. അതിനുശേഷം ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ, എന്റെ ഇടക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഈ പറയപ്പെട്ട വാതിലുകളെല്ലാം ഒരേപോലെ വിളിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഓരോ വിഭാഗത്തിന് ഓരോ വാതിൽ പറഞ്ഞല്ലോ. ഇതെല്ലാം കൂടെ ഒരാളെ തന്നെ വിളിക്കുന്ന ചില 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 പ്രത്യേക തൗഫീഖ് നൽകപ്പെട്ട ആളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഉ ഫയുബാലിഗു ഫയസ്ബഗു അൽ വുദൂഅ. ഒരാൾ വുദൂ ചെയ്യുന്നു, നല്ല കൃത്യമായി വുദൂ ചെയ്യുന്നു. ഇങ്ങനെ ചടപട പിടിച്ചിട്ട് ഒപ്പിച്ചിട്ട് ചടങ്ങ് നിൽക്കുന്ന വുദൂ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ കയറ്റി കഴുകി തേച്ച് കഴുകി സാവധാനത്തിന് ദുആകളൊക്കെ പറഞ്ഞിട്ടുള്ള വുദൂ ചെയ്തു. സുമ്മ യഖൂൽ, എന്നിട്ട് വുദൂഇന് ശേഷം അവൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എത്ര സമയമുണ്ട്? 2 സെക്കൻഡ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ആ വുദൂഇന് ശേഷം അവൻ പറയുകയും ചെയ്താൽ, ഇല്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി ثمانية, അയാളുടെ മുമ്പിൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ആ വാതിലുകളിൽ ഏത് വാതിൽ കൂടിയാണോ അവന് പോവേണ്ടത് അതിലേക്ക് പോയിക്കോ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം. ശൈത്താൻ നമ്മളെ സമ്മതിക്കൂല. ഈ ദുആ പറയുന്നവര് വളരെ കുറവായിരിക്കും. എന്താ കാര്യം എന്നറിയോ? അതിന് പറയപ്പെട്ടിരിക്കുന്ന കൂലി ഭയങ്കര കൂലിയാണ്. സ്വർഗത്തിന്റെ 8 വാതിൽക്കിൽ നിന്ന് മലക്കുകൾ ഓൻ അങ്ങോട്ട് വിളിക്കും, 8 വാതിലും വിളിക്കും. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യം. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു കാര്യം, വേറെ ഒരാളെയും 8 വാതിലിൽ കൂടിയും വിളിക്കും. ആരാന്നറിയോ? കേട്ടോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നിസ്കാരം നിർവഹിച്ചു. വസാമത് ഷഹറഹാ, റമദാൻ മാസമായപ്പോൾ നോമ്പെടുത്തു. വഹഫിളത് ഫർജഹാ, ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിച്ചു. വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. എത്ര കാര്യം പറഞ്ഞ്? തൗഹീദ് എന്തായാലും വേണം, അത് അസ്സലാണ്. നിസ്കരിച്ചു, അതേപോലെ തന്നെ നോമ്പെടുത്തു, അതേപോലെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിച്ചു, ഭർത്താവിനെ അനുസരിച്ചാൽ ഖീല ലഹാ, ആ പെണ്ണിനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളിൻ. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, 8 വാതിലുകളിൽ ഏത് വാതിലാണോ നിന്റെ ഇഷ്ടം അതിലേക്ക് പോയിക്കോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോവാം, അതും 8 വാതിൽ കൂടെയും ഓടിപ്പോവാം. ഈ പറയപ്പെട്ട 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. 5ാമത്തെ വാതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാബുൽ ഐമൻ. അൽ ഐമൻ എന്ന് പേരുള്ള ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ, വലതുഭാഗത്തുള്ള വാതില്. ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്തിന് ശേഷം, വിശാലമായ ഹദീസാണ്, മൊത്തം പറയാൻ സമയമില്ല, ആ ഹദീസിന്റെ ഒരു ഭാഗമാണ്. ശഫാഅത്തിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹ്ശറും ശഫാഅത്തും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ നമുക്ക് വേണ്ടിയുള്ള ശുപാർശയും ഒക്കെ കേൾക്കണം കേട്ടോ, അതെല്ലാം വായിക്കണം. അള്ളാന്റെ ഹബീബിനോട് ഹൃദയത്തിന്റെ ഉള്ളിലും മുഹബ്ബത്ത് വരാൻ കാരണം. അള്ളാഹു പറയും, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക്, നിന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളിൻ. മല്ലാ ഹിസാബ അലൈഹി, ഞാൻ ഹിസാബ് അവർക്ക് വെക്കുന്നില്ല, അവർക്ക് വിചാരണയില്ല. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്, നീ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളേൻ. മിനൽ ബാബിൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ബാബുൽ ഐമൻ എന്ന് പറയുന്ന വലതുഭാഗത്തുള്ള വാതിലിലൂടെ നീ അവരെ സ്വർഗത്തിലേക്ക് അങ്ങയച്ചോളെ. അവര് ഹിസാബില്ലാതെ പോകുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
70,000 പേരായിരിക്കും അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹിസാബില്ലാണ്ട് സ്വർഗത്ത് പോകുന്നവര്. ഇത് പറഞ്ഞപ്പം പ്രിയപ്പെട്ടവരെ, സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ചാടി എണീച്ചു, യാ റസൂലല്ലാഹ്, ഈ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ 70,000 പേര് ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പൊ പള്ളിയിൽ സഹാബത്തിനുള്ള ചർച്ച ചെയ്യും, ആരായിരിക്കും അത്, ഇത്ര വലിയ ഭാഗ്യവാന്മാര്. ഇപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നമ്മളല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ. ചില ആൾക്കാർ പറഞ്ഞു, അല്ല നമ്മളല്ല, നമ്മളെ മക്കളായിരിക്കും, കാരണം അവര് ചെറുപ്പത്തിൽ ജനിച്ചത് മുതലേ തൗഹീദിലായി ഇസ്ലാമിലായി വളർന്നു വന്നല്ലേ, നമുക്കെല്ലാം ജാഹിലിയത്തിന്റെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടല്ലോ. ഇത് ചർച്ചയായി, ബഹളായി. റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, എന്താ ചർച്ച ചെയ്യുന്നത്? അജ്നബിയെ, ആരാണ് 70,000 പേര് എന്ന് നമുക്ക് അത് മനസ്സിലായില്ല. അപ്പൊ റസൂലുള്ളാഹി 3 കാര്യം പറഞ്ഞു. അതിലൊന്ന്, അവർ തീ കൊണ്ട് ചികിത്സിക്കുന്നവരായിരിക്കൂല, കാരണം പണ്ട് കാലത്ത് തീ കൊണ്ട് ചികിത്സിക്കുന്ന സമ്പ്രദായമുണ്ട്, അത് ചെയ്യൂല. 2, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല, റുഖിയ്യത്തു ശർഇയ്യ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗമൊക്കെ ആയാല് മറ്റുള്ളവരെടുത്ത് എന്ന് മന്ത്രിച്ചു തരുമോ എന്ന് പോയിട്ട് പറയൂല. 3, അവർ പക്ഷിശാസ്ത്രം നോക്കൂല, ജോത്സ്യന്റെ അടുത്ത് പോകൂല. അതേപോലെ തന്നെ കുറ്റിയടിക്കുമ്പോൾ കന്നിമൂല നോക്കൂല, ആ രീതിയിൽ ശിർക്കം പരിപാടി ചെയ്യൂല. ഇവരാണവർ. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി എണീച്ചു, ഉക്കാശ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, ഞാൻ ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ ആ കൂട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഉക്കാശ റളിയല്ലാഹു അൻഹു നാളെ വല്ലാഹി ഈ 70,000 കൂട്ടത്തിൽ ബാബുൽ ഐമനിലൂടെ സ്വർഗത്തിലേക്ക് പോകും. ഇത് കണ്ടപ്പോൾ വേറൊരു സഹാബിക്ക് ഭയങ്കര ആശയായി. അദ്ദേഹം ചാടി എണീച്ചു, യാ റസൂലല്ലാഹ്, എന്നെയും കൂടി ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി ദുആ ചെയ്യോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നന്മയിൽ മത്സരിച്ച് മുന്നേറണം. ആദ്യം വരുന്നവർക്ക് ആദ്യമുള്ള വലിയ കൂലിയുണ്ട്, നന്മയിൽ പിന്താൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പൊ അതാണ് 5-ാമത്തെ ഒരു വാതിൽ, ബാബുൽ ഐമൻ, ഹിസാബില്ലാണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ. അതിൽ പെടാനാ ശ്രമിക്കണ്ടേ പ്രിയപ്പെട്ടവരെ. 6-ാമത്തെ ഒരു വാതിലുണ്ട്, ശ്രദ്ധിച്ചോളിൻ. 6-ാമത്തെ വാതിൽ ശ്രദ്ധിച്ചോളിൻ. ആ വാതിന്റെ പേരെന്താ അറിയോ? ബാബുൽ വാലിദ്. ബാബുൽ വാലിദ്, ഉപ്പാന്റെ വാതില്. എന്താണ് ഉപ്പാന്ന വാതിലിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ മധ്യത്തിൽ നിൽക്കുന്ന വാതില് ഉപ്പാന്റെ വാതിലാണ്. ഫഇൻ ശിഅത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഅദ്ഇ ബാബ്, ആ വാതിൽ നീ ഒഴിവാക്കി കളഞ്ഞേക്കി. അവിഹ്ഫദ്ഹു, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ ആ വാതിൽ, എന്ന് പറഞ്ഞാൽ ഉപ്പാനെ അനുസരിച്ചോളെ, ഉപ്പാനോടുള്ള ഹക്ക് പൂർത്തിയാക്കിക്കോളെ. അതെന്താ ഉമ്മ വരാത്തത്? ഉമ്മ സ്വർഗത്തിന്റെ വാതിലല്ല, ഉമ്മ സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മ സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒരു വാതിലാണ് ബാബുൽ വാലിദ്. പ്രിയപ്പെട്ടവരെ, ഉപ്പ അതേപോലെ ഉമ്മ, നമുക്കത് നമ്മുടെ വിഷയം അതല്ല, എന്നാലും ഞാൻ സൂചിപ്പിക്കാണ്. അള്ളാഹു റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹിന്റെ തൃപ്തിയുണ്ട്, മാതാപിതാക്കളുടെ ദേഷ്യത്തിൽ അള്ളാഹുവിന്റെ ദേഷ്യമുണ്ട്. അതിലൊരാളെ പേരാണ് ബാബുൽ വാലിദ്, ഉപ്പാന്റെ വാതിൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതേപോലെ തന്നെ 7-ാമത്തെ ഒരു വാതിലുണ്ട്. ആ വാതിലാണ് ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര എളുപ്പത്തിൽ പറയാൻ പറ്റും. ആ വാതിലിന്റെ പേരതാണ് ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സഅദേ, ഞാൻ നിനക്ക് സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിൽ പറഞ്ഞു തരട്ടെ? ഖുൽതു ബല, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, തീർച്ചയായും നബിയെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറയാൻ വല്ല പണിയുണ്ട? കുറെ സമയം എടുക്കോ? ഞാൻ എൻ്റെ നഫ്സിനോട് അടക്കം പറയാട്ടോ, എൻ്റെ നഫ്സിനോട് ആദ്യം, പിന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉപകാരം ചെയ്യാനുള്ള കഴിവും
ഉപദ്രവങ്ങളെ തടയാനുള്ള പവറും അല്ലാഹുവേ നിനക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളെയും ഞാൻ ആശ്രയിക്കൂല. ഇതാണ് ഈ വാക്കിനർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ പേരാണിത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അധികം പറയുന്ന ആൾക്കാർക്കായിരിക്കും അതിലൂടെ പോവാൻ പറ്റുക സ്വർഗത്തിലേക്ക്. അത് കഴിഞ്ഞാൽ എട്ടാമത്തെ ഒരു വാതിലുണ്ട്. അത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു ബാബുൽ ഹജ്ജ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു അത് ഹജ്ജ് ചെയ്തവർക്കുള്ള വാതിലാണ്, അല്ലെങ്കിൽ ബാബു തൗബ, തൗബയുടെ വാതിലാണ്. ഈ റമദാൻ കഴിയലോടുകൂടെ വാതിലുകളെല്ലാം അടക്കപ്പെടും. റമദാൻ കഴിയലോടെ വാതിലുകളെല്ലാം അടക്കപ്പെടും. ഒരു വാതിൽ ഒഴിച്ച്, അത് ഇതാണ് ബാബു തൗബ, തൗബയുടെ വാതിൽ. തൗബയുടെ വാതിൽ അടക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന അന്നാണ്. അല്ലെങ്കിൽ യുഗർയർ, നമ്മളെ റൂഹ് മലക്കുൽ മൗത്ത് വന്ന് പിടിച്ച് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് ആ വാതിൽ അടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ഈ 8 വാതിലുകൾ പറഞ്ഞത് ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനുമല്ല. ഈ പറയുന്ന ഞാൻ ആദ്യം, പിന്നെ നിങ്ങളും ഈ പണികൾ എടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമ്മുടെ മുൻഗാമി, അള്ളാന്റെ ഹബീബിന്റെ ചങ്ങാതി, കൂട്ടുകാരൻ, ആയിഷ ഉമ്മാന്റെ ഉപ്പ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ 8 വാതിലും ആരെങ്കിലും വിളിക്കോ? ഇതെല്ലാം ഓരോ കാറ്റഗറി അല്ലേ, ഓരോന്നും ചെയ്യുന്ന ആൾക്കാർ. ഈ 8 വാതിലും ഏതെങ്കിലും ഒരാളെ ഒരുമിച്ച് വിളിക്കോ? മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും. അതെ, വിളിക്കും, താങ്കൾ ആ കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കും. എത്ര നല്ല മനുഷ്യനായിരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മുടെ മുൻഗാമി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശ്രമിക്കണം, അധ്വാനിക്കണം, പണിയെടുക്കണം, നല്ല നീയത്ത് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നാളെ അള്ളാന്റെ കോടതിയിൽ ഈ സ്വർഗത്തിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഈ 8 വാതിലും വിളിച്ചിട്ട് പറയണം, ബാ ഇതിലൂടെ കയറാൻ ചെയ്തില്ലേ, ഇങ്ങോട്ട് വന്നോളി. അപ്പൊ അപ്പുറത്തുനിന്ന് വിളിക്കണം, അന്നേരം ആടുന്ന് വിളിക്കണം. ആൾക്കാർ അസൂയന്റെ കണ്ണോടുകൂടി മഹ്ശറിൽ നമ്മളെ നോക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.